എട്ട് വസന്താലു ഫനീന്ദ്ര നർസേട്ടി സംവിധാനം ചെയ്ത തെലുഗു റൊമാന്റിക് ഡ്രാമ ഫിലിമാണിത്. ഇന്ന് ഈ സിനിമയെ കുറിച്ച് 17 വയസ്സിൽ തന്നെ എഴുത്തുകാരി എന്ന നിലയിൽ പ്രശസ്തയായ, അതേസമയം മാർഷൽ ആർട്സിലും പ്രഗത്ഭയായ ശുദ്ധി അയോധ്യ എന്ന പെൺകുട്ടിയുടെ കഥയാണിത്. ഊട്ടിയിൽ അവളുടെ കരാട്ടെ സ്കൂളിൽ ഒരു പണക്കാരൻ പയ്യനായ വരുൺ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് എട്ട് വസന്താലു പറയുന്നത്. പൊതുവെ എനിക്ക് ഈ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അതെന്റെ കപ്പ് ചായയല്ല. എനിക്ക് മിക്ക പ്രണയകഥകൾ കണ്ടാലും പുച്ഛം തോന്നും, ക്രിഞ്ചടിക്കും. ഞാനത് റിവ്യൂവിൽ വന്ന് പറയുകയും ചെയ്യും. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം ഇതിനൊക്കെ നല്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടു. അതുപോലെ നെറ്റ്ഫ്ലിക്സ് ആപ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു പടത്തിന്റെ വീഡിയോ ഇങ്ങനെ ചാടി വരികയല്ലേ, ആ ഒരു സീൻ പലതവണ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കാണണം എന്നുള്ള ഒരു കൗതുകം തോന്നി. അങ്ങനെ കണ്ടതാണ്. ഇനി പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ വളരെ പോയറ്റിക് ആയിട്ടുള്ള കുറെ വിഷ്വലുകൾ പടത്തിലുണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. കാശ്മീരിലൊക്കെ പോയിട്ടുള്ള പോർഷൻസ്, വരുൺ ആൻഡ് ശുദ്ധി ഇവരുടെ പ്രണയകാലത്തെ കുറിച്ച് എല്ലാമല്ല ചില വിഷ്വലുകൾ, അതുപോലെ യാത്ര ചെയ്യുന്ന സീനുകൾ, ഹാർട്ട് ബ്രേക്ക് സീന്, അതൊക്കെ നൈസ് ആയിരുന്നു പടത്തിൻ്റെത്. മൊത്തത്തിൽ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. പെർഫോമൻസ് പറഞ്ഞാൽ നായിക ശുദ്ധിയായിട്ട് വന്നത് അനന്തിക സനൽകുമാർ എന്ന നടിയാണ്. ഫുൾ പടം തന്നെ പുള്ളിക്കാരുടെ ഷോൾഡറിലാണ് എന്ന് പറയാം. ഒരു വിമൻസ് പെർസ്പെക്റ്റീവിലാണ് കഥയുടെ നരേഷനൊക്കെ, അതൊക്കെ നൈസ് ആയിരുന്നു. ഇമോഷണൽ പോർഷൻസ്, പ്രണയ സീനുകൾ ഒക്കെ അനന്തിക ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വീക്കായിട്ട് തോന്നിയത് ഫൈറ്റ് സീക്വൻസുകളാണ്. ഒരു ഇറച്ചിക്കടയിലെ ഫൈറ്റ് ഒക്കെ ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. വരുണായിട്ട് വന്ന ഹനു റെഡ്ഡി ആ റോള് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സഞ്ജയ് ആയിട്ട് വന്ന രവി തേജ ദുഗറില്ല ക്രിഞ്ച് പ്രോ മാക്സ് റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള മിക്ക ആക്ടേഴ്സിന്റെയും ആക്ടിങ്, അതുപോലെ പിന്നെ മൊത്തത്തിൽ കഥയുടെ പശ്ചാത്തലം, സ്റ്റേജിങ് ഒക്കെ ഒരു സീരിയൽ ലെവലാണ്. പലപ്പോഴും ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നല്ല ക്യാമറ കൊണ്ട് മേക്ക് ചെയ്തത് പോലെയാണ് പടം കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഇതിന്റെ കുറെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര രസമാണ്, മനോഹരമാണ്. അതിൽ മാത്രം കാര്യമില്ലല്ലോ. വിശ്വനാഥ് റെഡ്ഡിയാണ് ഇതിന്റെ ക്യാമറ, ശശാങ്കു മലിയാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പണിയെടുത്തത് എനിക്ക് തോന്നുന്നു ഇതിന്റെ കമ്പോസർ ആയിട്ടുള്ള ഹിഷാം അബ്ദുൽ വഹാമാണ്. വിഷ്വലിനോട് മാക്സിമം നീതി പുലർത്താൻ ഹിഷാം നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഓവർ പേയ്മെന്റ് വല്ലതും കിട്ടിയോ എന്ന് തോന്നുന്ന വിധത്തിൽ ഫീൽ ഗുഡ് ബീജം ഇട്ട് ഓവർ മധുരമിട്ട പായസം പോലെ ചെടിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും മൊത്തത്തിൽ പടം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒന്നാമത് ക്രിഞ്ച് ഡയലോഗുകൾ, ഓവർ മെലോ ഡ്രാമയുള്ള ചില രംഗങ്ങൾ, കൺവിൻസിങ് ആവാത്ത കുറെ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറെ സബ് പ്ലോട്ടുകൾ, ഒരു ഫ്രണ്ട് അവൻ വിദേശത്ത് പോകുന്നു, കോവിഡ് ടൈം ആകുന്നു, ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലായില്ല. എല്ലാം കൊണ്ടും കഥ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പടത്തിന് നല്ലതാണ്. അവരുടെ പ്രണയം, ബ്രേക്കപ്പ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പടം കൈവിട്ടു പോയി. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു കാര്യമില്ലായിരുന്നു. വേറെ ഏതോ പടത്തിൽ നിന്ന് വന്ന് കുമ്മനടിച്ച പോലെയുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം കൊള്ളാമായിരുന്ന ഒരു ഫസ്റ്റ് ഹാഫിനെ വളരെ കൺവീനിയന്റ് ആയിട്ട്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് എഴുതിയ ഒരു ലക്ഷ്യമില്ലാതെ പോയ ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ട് നശിപ്പിച്ച പടം അതാണ് എട്ട് വസന്താലു. ലാസ്റ്റ് ഇവരിങ്ങനെ കരയുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോന്നലും നമുക്കൊരു ഇമോഷൻസ് തോന്നുന്നില്ല. ആകെ മൊത്തം ടോട്ടലിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് അൺസഹിക്കബിൾ. സോ എട്ട് വസന്താലു സെക്കൻഡ് ഹാഫിലു നശിപ്പിക്കലു. ഞാൻ ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ കൊല്ലും കൊലപാതകം ഇതൊക്കെ മാത്രമേ പറയുകയുള്ളൂ. ഫീൽ ഗുഡ് പ്രണയ കഥകൾ, കോമഡി ഇതൊന്നും നീ കാണില്ലേ എന്ന് ഒക്കെ ചിലര് കമന്റ് ഒക്കെ ഇടാറുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് കണ്ടു നോക്കിയതാണ്. നല്ല രീതിയിൽ ഇമോഷണൽ കണക്ട് ആക്കി പോയാൽ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഈ പടം എനിക്ക് പേഴ്സണലി നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ്. ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ പ്രണയ കഥകളുടെ ഫാൻസിന് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയേക്കാം. സോ അങ്ങനെയുള്ളവര് സിനിമ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു നോക്കുക. തെലുഗു ആണ് ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ്, മലയാളം ഡബിംഗ് അവൈലബിൾ ആണ്. ഞാൻ മലയാളം ഡബിംഗ് ആണ് കണ്ടത്. അത്ര വലിയ ഗുണമുള്ള ഡബിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.